ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വായിൽ കപ്പലോടും രുചിയിൽ മത്തി മുളകിട്ടതാണ്. കിടിലൻ രുചിയിലുള്ള ഈ ഒരു മത്തി മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു മത്തി മുളകിട്ടത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മത്തി മുളകിട്ടതിന് നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയും 1 വലിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ സവാളയും ഇഞ്ചിയും കൂടി ഒരു 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മത്തി മുളകിട്ടതിന് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാളയും ഇഞ്ചിയും കൂടി വെളിച്ചെണ്ണയിലിട്ട് 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 3 പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ മത്തി മുളകിട്ടത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 തക്കാളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് നടു കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കിംഗ് പാന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ മത്തിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കുക്കിംഗ് പാന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ കറി കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു, 3 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു മത്തിക്കറിയാണിത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും പറയാനില്ല, ഇതിൻ്റെ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ കപ്പയുടെ കൂടെയും നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പം എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.